നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് സാക്ഷാൽ ഗുരുവായൂരപ്പന് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസം തന്നെയാണ്. ജയ ഭൈമി അഥവാ ഏകാദശി ആണ് ഇന്ന്. അതിനാൽ തന്നെ ഭൈമി ഏകാദശിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഏറ്റവും ഉത്തമമായി തീരും. ഞാൻ ഇനി പരാമർശിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലും ഇന്നേ ദിവസം കേൾക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും മഹാഭാഗ്യം തന്നെയാണ്. പെട്ടെന്ന് ആ കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതായത് ഭൈമ ഏകാദശിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ആദ്യം പരാമർശിക്കാൻ പോകുന്നത്. പെട്ടെന്ന് പറയാം. ഈ ഏകാദശി ഭക്തിയോടെ അനുഷ്ഠിക്കുന്നവർക്ക് പശ്ചാത്തലത്തിലൂടെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കും എന്നാണ് പറയുക. മരണശേഷം പിന്നീട് ഒരിക്കലും പ്രേതശരീരം അവർക്ക് സ്വീകരിക്കേണ്ടതായി വരില്ല എന്നതാണ് ഈ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരിക്കൽ ഇന്ദ്രസഭയിലെ ഗായകനായിരുന്ന മാല്യവാനും അപ്സരസായ പുഷ്പവതിയും പരസ്പര അനുരാഗത്താൽ ഇന്ദ്രന്റെ സംഗീത സദസ്സിൽ തെറ്റുകൾ വരുത്തി. ഇതിൽ കോപിതനായ ഇന്ദ്രൻ അവരെ ഭൂമിയിൽ പിശാചുക്കളായി ജനിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ഹിമാലയത്തിലെ കൊടും തണുപ്പിൽ ആഹാരവും ഉറക്കവുമില്ലാതെ അവർ ദുരിതം അനുഭവിക്കുകയും ചെയ്തു. എന്നാൽ യാദൃശികമായി ആ ദിവസം ജയ ഏകാദശിയായിരുന്നു. അതായത് ഇന്നേ ദിവസം നാം അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതമായിരുന്നു. അറിയാതെയാണ് എങ്കിലും അന്നവർ ഉപവസിക്കുകയും രാത്രി ജാഗരണം നടത്തുകയും ചെയ്തു. ഈ വ്രത പുണ്യത്താൽ അടുത്ത ദിവസം സൂര്യോദയത്തോടെ അവർക്ക് പിശാചി രൂപം മാറി ദിവ്യരൂപം തിരികെ ലഭിക്കുകയും സ്വർഗത്തിലേക്ക് മടങ്ങുവാൻ സാധിക്കുകയും ചെയ്തു. ഈ ഏകാദശി അതായത് ശരിയായ രീതിയിൽ ആചരിക്കുകയാണ് എങ്കിൽ നിരവധിയാർന്ന ഗുണഫലങ്ങൾ ആ വ്യക്തികൾക്ക് ലഭിക്കും എന്നാണ് പറയുക. ഈ ഏകാദശി വിശ്വാസത്തോടെ അനുഷ്ഠിക്കുന്നവർക്ക് വൈകുണ്ഠവാസം സാധ്യമാകുന്ന സമയമാണ്. ബ്രഹ്മഹത്യ പാപം പോലും ദൂരീകരിക്കുവാൻ സാധിക്കും. അനേകം യജ്ഞങ്ങൾ ചെയ്തതിലും തീർത്ഥാടനം നടത്തിയതിലും തുല്യമായ പുണ്യം തന്നെയാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുക. ജനുവരി 29 മകരമാസം 29 തീയതി വ്യാഴാഴ്ച ഏകാദശി, ഭീമ ഏകാദശി ഒന്നിച്ചു വരുന്ന വളരെ പ്രധാനപ്പെട്ട പുണ്യ ദിവസം തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഉത്തരായന കാലത്ത് വരുന്ന ഈ ഏകാദശിക്ക് ശക്തി കൂടുതലാണ് എന്നതാണ്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നേടുവാൻ ഇതിലും നല്ലൊരു അവസരമില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ഗുരുവായൂർ, അമ്പലപ്പുഴ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു ദിവസം കൂടിയാണ്. ധനാഭിവൃദ്ധിക്കും ആഗ്രഹ സാഫല്യത്തിനും ഈ പുണ്യദിനത്തിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഉത്തമമാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ രാത്രിയാകാം കേൾക്കുന്നത് പോലും. ആ സമയത്താണ് എങ്കിലും ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. ഇന്നേ ദിവസം അതിരാവിലെ ഉണരുക എന്ന കാര്യത്തിന് പ്രാധാന്യമുണ്ട്. എന്നാൽ ഇന്നേ ദിവസം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, തുളസിയെ സ്പർശിക്കാൻ പാടുള്ളതല്ല. ഇന്നേ ദിവസം തുളസിക്ക് ജലം അർപ്പിക്കാൻ പാടുള്ളതുമല്ല. കാരണം ദേവി ഇന്നേ ദിവസം വ്രതത്തിലായിരിക്കും. അതിന് ഭംഗം വരാൻ പാടുള്ളതല്ല. അതിനാൽ തന്നെ തുളസിയെ സ്പർശിക്കാൻ പാടുള്ളതല്ല. ഇനി അഥവാ ആരെങ്കിലും സ്പർശിച്ച് പോയിട്ടുണ്ട്, ജലം സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ക്ഷമാപണ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. വിളക്ക് തെളിയിച്ച് ക്ഷമാപണ മന്ത്രം ജപിക്കുക. ക്ഷേത്രത്തിലാണ് എങ്കിലും ക്ഷമാപണ മന്ത്രം ജപിക്കാം. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ഇന്നേ ദിവസം നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കുവാൻ സാധിക്കും. വിളക്ക് തെളിയിക്കുമ്പോൾ ഇന്നേ ദിവസം ഈ പുണ്യദിനത്തിൽ സാക്ഷാൽ ഭഗവാന് നെയ്വിളക്ക് തെളിയിക്കുന്നത് അത്രമേൽ വിശേഷപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നേ ദിവസം നെയ്വിളക്കും അത് 5 തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കണം. ജപിക്കേണ്ടതായ മന്ത്രങ്ങളെ കുറിച്ച് പിന്നീട് പരാമർശിക്കാം.
ഇന്നേ ദിവസം നിങ്ങൾ തീർച്ചയായും വിളക്ക് അതിരാവിലെയും സന്ധ്യാവേളയിലും തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. 2 സമയത്തും 5 തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കണം. ഇന്നേ ദിവസം ഭഗവാന് തുളസിമാല ചാർത്താം. തലേ ദിവസം കെട്ടിയ തുളസിയാണ് എങ്കിൽ തുളസിമാലയാണ് എങ്കിൽ നിങ്ങൾക്ക് ചാർത്താം. പാൽപായസം എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നതും അങ്ങേയറ്റം ഗുണകരമാണ്. പാൽപായസം നിങ്ങൾക്ക് വീടുകളിൽ തയ്യാറാക്കി ഭഗവാന് സമർപ്പിക്കാം. നിങ്ങൾ വിദേശത്തുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഇപ്രകാരം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നവരല്ല എങ്കിൽ നിങ്ങൾക്ക് സേവിക്കാം. വ്രതം അനുഷ്ഠിക്കുന്നവരാണ് എങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം പാരണ വീടിയതിന് ശേഷമാണ് പാൽപായസം കഴിക്കുവാൻ പാടൂ. ആ കാര്യവും പ്രത്യേകം ഓർക്കണം. അതിനാൽ തന്നെ തീർച്ചയായും ഇന്നേ ദിവസം ഇപ്രകാരം ഭഗവാന് പാൽപായസം, അത് സന്ധ്യാസമയത്താണ് എങ്കിലും നിങ്ങൾക്ക് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മഞ്ഞ പുഷ്പങ്ങൾ ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതും ഏറ്റവും ഉത്തമമാണ്. പ്രധാനമായും ധനാഭിവൃദ്ധിയാണ് നിങ്ങൾക്ക് ഫലമായി വന്നു ചേരുക. മനസ്സിലെ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത് നടക്കുന്നതായ സാഹചര്യം വന്നു ചേരും. ഇന്നേ ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ ആർക്കെങ്കിലും ഉണരുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം അത്രമേൽ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതിനാൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്നേ ദിവസം നിങ്ങൾക്ക് മുൻപ് പരാമർശിച്ചതുപോലെ നെയ്വിളക്ക്, തുളസിമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അരിഭക്ഷണം, ഉഴുന്ന്, ഉള്ളി എന്നിവ ഇന്നേ ദിവസം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ കാര്യം തന്നെയാണ്. ബ്രഹ്മചര്യം ഇന്നേ ദിവസം പാലിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളിൽ ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മൂലമന്ത്രം തന്നെയാണ്. ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾക്ക് 108 ജപിക്കാം. നിങ്ങൾക്ക് ശരീരശുദ്ധിയുണ്ട്, മനഃശുദ്ധിയുണ്ട് എങ്കിൽ തീർച്ചയായും രാത്രി ഉറങ്ങുന്നതിന് മുൻപ്, രാത്രി 12 മണിക്ക് മുൻപായാണ് എങ്കിലും ജപിക്കാവുന്നതാണ്. ആ സമയം കൈയും കാലും മുഖവും കഴുകി നിങ്ങൾക്ക് ജപിക്കാം. കിടക്കയിലിരുന്ന് ജപിക്കുന്നത് അത്ര ശുഭകരമല്ല. അതിനാൽ തന്നെ ഏകാഗ്രമായി എവിടെയാണോ ഇരിക്കുവാൻ സാധിക്കുന്നത് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഈ മന്ത്രജപം നടത്താവുന്നതാണ്. വളരെ ഉച്ചത്തിൽ ജപിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് സ്വയം കേൾക്കുവാൻ സാധിക്കുന്ന ശബ്ദത്തിൽ മറ്റുള്ളവരിൽ നിന്നും അകന്ന്, അതായത് ബഹളങ്ങൾക്കിടയിൽ ഇരിക്കാതെ മാറിയിരുന്ന് ഏകാഗ്രതയോടെ ജപിക്കുവാൻ ശ്രദ്ധിക്കണം. 108 നിങ്ങൾക്ക് ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ 21 തവണയെങ്കിലും ഇന്നേ ദിവസം ഈ മന്ത്രം ജപിക്കുക. കൂടാതെ അഷ്ടാക്ഷര മന്ത്രം ഇന്നേ ദിവസം ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുകയാണ് എങ്കിൽ പോലും മഹാഭാഗ്യമാണ്. ഇനി നിങ്ങൾക്ക് രാവിലെ ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സമയം ജപിക്കാവുന്നതാണ്. അതായത് ഈ ഒരു സമയം സന്ധ്യാവേളയിലാണ് എങ്കിലും ദർശനം നടത്തി ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. ഭഗവാനെ അഥവാ പ്രതിഷ്ഠയെ നോക്കിക്കൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് അത്രമേൽ ഉത്തമമാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിന് ഇന്നേ ദിവസം അത്രമേൽ പ്രാധാന്യമുണ്ട്. തീർച്ചയായും ആ മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടതായിട്ടുണ്ട്. വീടുകളിലാണ് എങ്കിലും ജപിക്കാം. ഇനി നിങ്ങൾക്ക് ഇന്നേ ദിവസം ജപിക്കേണ്ട വിശേഷപ്പെട്ടതായ മന്ത്രം മഹാമന്ത്രമാണ്. ഏറ്റവും വിശേഷപ്പെട്ടതും കലിയുഗത്തിൽ ഏവരും ജപിക്കണം എന്ന് പരാമർശിച്ചിട്ടുള്ള മന്ത്രം കൂടിയാണ് ഇത്. നിങ്ങളുടെ പാപങ്ങൾ പോലും അലിഞ്ഞു പോകുന്ന മന്ത്രം. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം നാൾക്കുനാൾ വർദ്ധിക്കുവാൻ ഏറ്റവും ഉത്തമമായ മന്ത്രങ്ങളിൽ ഒന്നുകൂടിയാണ് മഹാമന്ത്രം. ഏവർക്കും സുപരിചിതമായ ഒരു മന്ത്രം കൂടിയാണ്. രാത്രി കിടക്കുന്നതിന് മുൻപായാണ് എങ്കിലും ഭഗവാനെ നിങ്ങൾ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന അതിവിശേഷപ്പെട്ടതായ മന്ത്രം. ഈ മന്ത്രം ജപിക്കുന്നത് പോലും അത്രമേൽ പുണ്യമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രം ഇന്നേ ദിവസം നിങ്ങൾ 108 ജപിക്കുക. സാധിക്കുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾക്ക് 21 തവണ ഇന്നേ ദിവസം ജപിക്കാം.
ഏറ്റവും വിശേഷമാണ്. നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. വ്രതം അനുഷ്ഠിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് തീർച്ചയായും ക്ഷേത്രത്തിൽ പാരണ വീടാവുന്നതാണ്. അതായത് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ചുകൊണ്ട് പാരണ വീടാം. ഇനി അഥവാ ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ശുദ്ധമായ ജലത്തിൽ തുളസിയും അരിമണിയും ഇട്ട് നിങ്ങൾക്കത് സേവിച്ചുകൊണ്ട് പാരണ വീടാവുന്നതുമാണ്. ഏവരും ഇന്നേ ദിവസം വളരെയധികം പ്രാധാന്യം നൽകുക. ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ്. കേൾക്കാൻ സാധിച്ചത് പോലും ഭഗവാന്റെ അനുഗ്രഹമായി കരുതുക.